അങ്ങനെ നമ്മൾ കഴിച്ച ഫുഡില്ലേ അതെന്തായാലും രാവിലേക്കും ഉച്ചക്കും പാടുള്ളത് കേട്ടോ. എൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതായതുകൊണ്ട് പിന്നെ പൊറാട്ട ആയതുകൊണ്ട് എന്തായാലും വൈകുന്നേരം വരെ അവിടെ അങ്ങ് കടന്നു. കുറേ സമയം എടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മൂത്രമൊക്കെ വിട്ടിട്ടു. നമ്മൾ എന്തായാലും ഒരു വീട്ടിൽ കയറാൻ വിചാരിച്ചു. അങ്ങനെ ഒരു വീട് കണ്ടുപിടിച്ചാൽ ആ വീട്ടിൽ ചെന്ന് ചോദിക്കാൻ വിചാരിച്ച പോലെ സമ്മതിച്ചു. ഓല് വീട്ടിൽ കുറേ പശുക്കളും കോഴിക്കളും പിന്നെ ആട്ടുമുട്ടകളും പശുത്തൊക്കെ ഉണ്ട്. ഓല് വീടിൻ്റെ ബാക്ക് ഭാഗത്തേക്കാണ് ബാത്റൂം വരുന്നത്. അപ്പോൾ ബാത്റൂമൊക്കെ ചെന്നപ്പോഴാണ് അവിടുത്തെ സെറ്റപ്പ് കണ്ട് ഞാൻ ആകെ നിർത്തിയത്. ആ സെറ്റപ്പ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായില്ലേ വെള്ളം നിറക്കുന്ന പ്രാവ്, നമ്മൾ പ്രാവ് നോക്കിയിട്ട് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ സെറ്റ് ആയിട്ട് പ്രാവ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനോ ഒന്നിനും പറ്റില്ല, അവിടെ തന്നെയാണ് തന്നെ. നമ്മൾ പണ്ടത്തെ ആ പ്രാവിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ളടത്ത് എടുത്ത് കൊണ്ടുപോകാൻ വെക്കുകയൊക്കെ ചെയ്യാം. അതിനൊന്നും പറ്റൂല കേട്ടോ. ആ വെള്ളം നിറച്ച പ്രാവ് എന്തായാലും അവിടെ ഫിക്സ്. വെള്ളമൊക്കെ ആദ്യം നിന്ന് എടുത്തുകൊണ്ട് നമ്മളോട് സെറ്റപ്പ് ആയിരിക്കണം കേട്ടോ. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ തന്നെയാണല്ലോ പൈപ്പില്ലാത്ത കാലത്ത്. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ സാധിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ വരുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കാലാവസ്ഥ ഒരു വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അടിച്ചിന് കാറ്റിന് നല്ല തണുപ്പിന് തോന്നപ്പോൾ ഒരു വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിരുന്നു കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയില്ല, എന്തായാലും പോയി നീരാടാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ അന്വേഷിച്ചാണ്ട് നമ്മൾ പോയി കണ്ടുപിടിച്ചു. പോയിൽ ഇറങ്ങാൻ വിചാരിച്ചപ്പോൾ അവിടുത്തെ 2 കാക്കാർ വന്നിക്കാണ്ട് വന്നു, ഇവിടെ ഇപ്പം അങ്ങനെ ആൾക്കാരെ നിർത്തിയില്ല, അവിടെ ആർക്കും നിൽക്കാണ്ട് വയക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ പറ്റില്ല, വേറെ ഈ ഒരു പോയിന്റ് വേറെ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ കാക്കാർ പറഞ്ഞ് ആ ഒരു പോയിന്റ് ഭാഗം കണ്ടുപിടിച്ചിട്ടുണ്ടാകും തുറന്നു വിചാരിച്ചിട്ടോ. മേലേന്ന് കാണുമ്പോൾ നല്ല രസമാണ്, പക്ഷെ അവിടെ ഇറങ്ങാൻ കുറച്ച് റിസ്ക്കാണ്. നല്ല രസം ഒരുപാട് പറഞ്ഞാൽ വിചാരിച്ചു ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് റിസ്ക് ഒന്നും വലിയ രസമായി. നമ്മളിപ്പോൾ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളൊരു 5 ആൾക്കാർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 5 ആൾക്കാർ ഇവിടെ നിൽക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇവിടെ പോയി നിൽക്കാൻ നമ്മൾ തോന്നുന്നത് റിസ്ക് ആയി വേണം, എന്നാലും അറിഞ്ഞേ തീരുള്ളൂ വിചാരിച്ച് നമുക്ക് 2 എത്തിച്ച് ഇറങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് ആ റിസ്ക്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്കൊരു സ്റ്റെപ്പ് ഒരുതമില്ല, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉതിർന്നു പോകും. അങ്ങനെ ഉതിർന്നു പോകാനാണെങ്കിൽ കഴിയുന്നുണ്ട്. വെയിലുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു മണ്ണ് ഭയങ്കര ചൂടാണ്. അങ്ങനെ അടുത്തത് എൻ്റെ ഊരെത്തി. ഞങ്ങൾക്കിവിടെ ഇറങ്ങാനുള്ള ആകെ ഒരു കച്ചിട്ടുണ്ടായിട്ടുള്ള ഈ സുനാപ്പിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇറങ്ങാൻ. ഞാൻ ഈ ഇടങ്ങാറായി ഇറങ്ങാൻ കേട്ടോ. ഈ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ഞാൻ ചോദിച്ചിട്ട് പക്ഷേ എന്തിനാണ് ഈ ഇടങ്ങാറായ വീഡിയോ ഒക്കെ എടുക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ പോയിട്ട് ഇറങ്ങിയത് എന്ന് അറിയാം. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ കണ്ണിൻ്റെ ചോട്ട് പോകുന്ന മരക്കത്ത്, അതേ മരക്കത്ത് പൊണ്ണ ചൂടാണ്. ഇനിയിപ്പോൾ ബൈക്ക് വിടേണ്ടായിട്ട് നമ്മൾ ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നു, കാലാണ് പൊള്ളിയിട്ടുണ്ടോ. അതെപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ കാലിച്ചുമ്പോൾ വരും ചൂടും കാലി തൊലി പോയിന്നാണ് കരുതി. കുറച്ച് റിസ്ക് എടുത്താലും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഉച്ചക്കാണെന്നുണ്ടെങ്കിലും വെള്ളത്തിന് ചൂടൊന്നല്ല കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിട്ടോ, എല്ലാവരും ഇറങ്ങി. പിന്നെ കുട്ടികൾക്ക് അവിടെ ഒരു കുണ്ടിലായതുകൊണ്ട് ഓൾക്ക് നല്ലൊരു സേഫ് ആയ സ്ഥലം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. ഓൾക്ക് അത്യാവശ്യത്തിന് കളിക്കാൻ പറ്റിയൊരു വെള്ളം ഉണ്ടായിരുന്നു, ഒരു സ്ഥലത്തായിട്ട് ഓല് നിന്നിട്ടുണ്ടായിരുന്നത്. അവിടെ കുറച്ച് കുട്ടികൾ മീനിനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓലിപ്പോൾ ഒരു പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് പോയ നേരത്ത് ആ പട്ടി നമ്മുടെ അടുത്തേക്ക് വരുന്ന നേരത്ത് പേടിയാവും കേട്ടോ. അതിൻ്റെ പേരെന്തേനു അപ്പോ അങ്ങനെ എന്തോ ആയിരുന്നു ഓല് വിളിച്ചിട്ടുണ്ട്.